ക്ഷേത്രങ്ങളിൽ ശീവേലി നടക്കുന്ന വേളയിൽ ഭക്തന്മാർക്ക് ഈ ശീവേലിക്ക് പ്രദക്ഷിണം ചെയ്യാമോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. ഈ ശീവേലി നടത്തപ്പെടുന്നത് അവിടെ 3 പ്രദക്ഷിണമാണുള്ളത്. ഇതിൽ ഒന്നാമത്തെ പ്രദക്ഷിണത്തിൽ ബലിതൂകലോട് കൂടിയിട്ടുള്ള പ്രദക്ഷിണമാണ്. ബലിതൂകുക എന്നാൽ ശ്രീകോവിലിനും ചുറ്റമ്പലത്തിനുമൊക്കെ ചുറ്റിലുമായിട്ട് കുടികൊള്ളുന്ന അവിടുത്തെ ഭൂതഗണങ്ങൾക്ക് ബലിതൂകുന്ന ചടങ്ങാണ് ഒന്നാമത്തെ പ്രദക്ഷിണത്തിൽ നടക്കുന്നത്. ആ പ്രദക്ഷിണ സമയത്ത് നമ്മൾ ഭക്തർ അതിന് പുറകെ അനുഗമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ദർശിക്കാൻ പാടില്ല. അതിനുശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രദക്ഷിണത്തിൽ ശിവേലി ബിംബത്തിലേറിയിരിക്കുന്ന ദേവതാഭാവവും അതോടൊപ്പം തന്നെ വാദ്യങ്ങളുമൊക്കെ ആയിട്ടാണ് 2-3 പ്രദക്ഷിണങ്ങൾ നടത്തപ്പെടുന്നത്. ഈ 2-3 പ്രദക്ഷിണ വേളയിൽ മാത്രമേ ഭക്തജനങ്ങൾ ദേവതയോടൊപ്പം അല്ലെങ്കിൽ ദേവയെ അനുഗമിക്കുന്ന തരത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ പാടുള്ളൂ. ചില ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ പ്രദക്ഷിണത്തിൻ്റെ പകുതി കഴിഞ്ഞതിന് ശേഷം, അതായത് ബലിതൂക്കിക്കൊണ്ടുള്ള ആ ഒന്നാമത്തെ പ്രദക്ഷിണത്തിൻ്റെ പകുതിക്ക് ശേഷം, അതായത് പകുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദേവതാ വിഗ്രഹം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശിവേലിയിലേക്കുള്ള ആ എഴുന്നള്ളത്ത് നടക്കുകയുള്ളൂ. ചില ക്ഷേത്രങ്ങളിൽ ആദ്യമേ തന്നെ, അതായത് ഒന്നിച്ച് മേൽശാന്തിയും തിടമ്പും ഒന്നിച്ച് ഇറങ്ങി വരുന്നൊരു രീതിയുണ്ട്. അപ്പോൾ 2 തരത്തിലും ആ രീതി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ദേവതാഭാവം ആദ്യത്തെ പ്രദർശനത്തിൽ മുഴുവനായിട്ടുണ്ടെങ്കിലും പകുതി മുതലേ ഉള്ളൂ എങ്കിൽ പോലും ഒരു കാരണവശാലും ഭക്തജനങ്ങൾ ആ ഒന്നാമത്തെ പ്രദർശനത്തിൽ ദേവി അനുഗമിച്ച് അല്ലെങ്കിൽ ആ ബലി സന്ദർശിച്ച് പ്രദർശനം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രദക്ഷിണത്തിൽ മാത്രമേ ഭക്തജനങ്ങൾ അവിടെ ദേവതയെ അനുഗമിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്.